സതീശന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ചേട്ടാ, ഈ അധികാരത്തിൻ്റെ ആ പ്രഭാവലയം അങ്ങോട്ട് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കേ പിണറായി വിജയനും കൂട്ടർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സങ്കടം, ഫ്രസ്ട്രേഷൻ വല്ലാത്തതാണെന്നേ. നമുക്കിപ്പം 40 വണ്ടിയുടെ അകമ്പടിയുണ്ട്, അതിൻ്റെ ഒരു അധികാര പ്രകടനം അതില്ലല്ലോ. നമ്മളിപ്പം സാധാരണ ആളുകളെ പോലെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് തീവണ്ടിയെ കയറി യാത്ര ചെയ്യുന്നു. പണ്ടൊരു ബസ്സേ കയറാൻ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ആളുകളാണ്, അതിനുവേണ്ടി പ്രത്യേക ലിഫ്റ്റ് ഉണ്ടാക്കിയ ആളുകളാണ്. ബസ്സിൽ ഒരു ആഡംബര ബസ്സേ കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയ ആളുകളാണ്. ഇവ സാധാരണ മനുഷ്യന്മാരെ പോലൊക്കെ നടക്കേണ്ടി വരുന്നു. പഴയ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നുമില്ല, ആശ്രിത വൃന്ദം ചുറ്റുമില്ല. അതുമാത്രമാണോ, മകളുടെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് CPM-ലെ ചില നേതാക്കന്മാരെ കയറി റെയ്ഡ് ചെയ്യുന്നു. ഇതൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിൻ്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം സമരരംഗത്തേക്ക് ഇറങ്ങി പിടിക്കണം, അധികാരം തിരിച്ചു പിടിക്കണമെന്നാണ് പിണറായിയുടെയും മറ്റും ആഗ്രഹമെങ്കിലും ഇപ്പം അങ്ങനെ അല്ല തീരുമാനം വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സതീശൻ സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ യാതൊരു സംശയവും വേണ്ട, അത് തിരുത്തിക്കാനുള്ള അധികാരം, വലിയ അവകാശം പ്രതിപക്ഷത്തിനുണ്ടെന്നേ. ഇല്ലെന്ന് ആര് പറഞ്ഞു? സമരം ചെയ്യാം, പ്രതിഷേധിക്കാം, പക്ഷേ എന്തെങ്കിലും കാര്യമായ കാരണം വേണ്ടായോ? നാട്ടുകാർക്ക് ബോധിക്കണ്ടായോ നമ്മൾ ഈ സമരത്തിന് ഇറങ്ങിയത് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന്? അങ്ങനെ ഒരു തോന്നലുണ്ടാകണ്ടായോ? അതുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനിച്ചത് ഒന്ന് തൽക്കാലം ഒന്ന് അടങ്ങാമെന്ന്. നമ്മൾ ഈ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞതാണ്, പൊടിക്കൊന്ന് അടങ്ങ്. ഈ വന്ദേമാതരം പ്രശ്നം വന്നപ്പോൾ ചീഫ് സെക്രട്ടറി എന്തോ ഒരു ഇണ്ടാസ് താഴോട്ട് അയച്ചു എന്നും പറഞ്ഞു. അയ്യോ, എന്തോ ഒരു പുകിലായിരുന്നു. 14-ാം തീയതി പത്രക്കാരെ കാണുമ്പോഴും നമ്മുടെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? BJPക്ക് കീഴടങ്ങി, BJPക്ക് കോൺഗ്രസ് കീഴടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? കേരളത്തിൽ ഒരു ഔദ്യോഗിക പരിപാടിയിലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സതീശൻ മുഖ്യമന്ത്രി പതാക ഉയർത്തിയ ചടങ്ങടക്കം ഓരോ ജില്ലാ തലസ്ഥാനങ്ങളിലും നടന്ന പരിപാടികളടക്കം ഒരു ഔദ്യോഗിക പരിപാടിയിലും വന്ദേമാതരം പാടി പോലുമില്ല. 2 ചരണം പാടാവുന്നതാണ്, പാടി പോലുമില്ല. പാടിയില്ലെങ്കിൽ ഇവിടെ ഏതാണ്ട് സംഭവിച്ചുകളെയൊന്നും BJPയുടെ ഒരു നേതാവ് പ്രഖ്യാപിച്ചതാണ്. കേരളം തിരിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. കേരളമൊന്നും തിരിച്ചു വെച്ചൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊന്ന് പൊടിക്കടങ്ങ, ഈ സ്വാതന്ത്ര്യദിനം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നുമല്ല കേട്ടോ, പക്ഷേ അവർക്ക് മനസ്സിലായി കാര്യമായ കാരണങ്ങളില്ലാതെ സർക്കാരിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ പോയാൽ ജനങ്ങൾ സമ്മതിക്കുന്നത്. ഇപ്പം ജെൻസി കാലമാണെന്നേ, ചെറുപ്പക്കാർ പിള്ളേരെ അവർ നമ്മളാരും കാണുന്ന പോലെയല്ല കാര്യങ്ങളെ കാണുന്നത്. കാരണം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്